നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങളിൽ കടുത്ത പ്രതിഷേധങ്ങൾ. ഇറാനിലും പാകിസ്ഥാനിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഈ സംഭവത്തോടനുബന്ധിച്ച് പ്രതിഷേധങ്ങൾ അരങ്ങേറി. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ പ്രക്ഷോഭകാരികൾ അതിരൂക്ഷമായ ആക്രമണം നടത്തി. സുരക്ഷാ ബാരിക്കേഡുകൾ തകർത്ത് കോൺസുലേറ്റിനകത്ത് കടന്ന പ്രതിഷേധക്കാർ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾക്ക് തീയിട്ടു. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് ജനക്കൂട്ടം എംബസി വളഞ്ഞത്. ഇറാഖിലെ ബാഗ്ദാദിലും അമേരിക്കൻ എംബസിക്ക് മുന്നിലും വൻ പ്രതിഷേധം അരങ്ങേറി. ഇറാനിൽ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി കരഞ്ഞും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു. കോൺസുലേറ്റ് കെട്ടിടത്തിന്റെ മുൻഭാഗം പ്രതിഷേധക്കാർ തല്ലി തകർത്തു. ചില ഭാഗങ്ങൾക്ക് തീയിട്ടു. പ്രതിഷേധത്തിന്റെയും ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാൻ ആക്രമണത്തിനെതിരായി പ്രതിഷേധിക്കുന്ന പാക് പൗരന്മാർ കറാച്ചിയിലെ US കോൺസുലേറ്റിലേക്ക് ഇരച്ചെത്തി. തുടർന്ന് മുൻഭാഗത്തെ ചില്ലുകൾ തല്ലി തകർക്കുകയായിരുന്നു. തുടർന്ന് പലയിടങ്ങളിലും തീയിട്ടു. പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. കറാച്ചിയിലെ US കോൺസുലേറ്റിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് കറാച്ചി പോലീസ് ചീഫ് സർജന്റ് സുമയ്യ സയ്യിദ് അൽ ജസീറയോട് പറഞ്ഞു. എന്നാൽ മരണകാരണമോ ഇരകളുടെ എണ്ണമോ സ്ഥിരീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പ്രതിഷേധക്കാരെ തുരത്തുന്നതിന് മുൻപ് കോൺസുലേറ്റ് കോമ്പൗണ്ടിന്റെ പുറംഭാഗം വരെ മാത്രമേ അവർക്ക് എത്താൻ കഴിഞ്ഞുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ ഷിയ വിഭാഗം പ്രബലമായ ഇടങ്ങളിലെല്ലാം വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. ലക്നൗ, കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും തെരുവിലിറങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോലം പ്രതിഷേധക്കാർ കത്തിച്ചു. ഖമീനിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് വിഘടനവാദി സംഘടനകൾ കശ്മീരിൽ ബന്ദിന് ആഹ്വാനം നൽകി. PDP നേതാവ് മെഹബൂബ മുസ്തഫി ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. സംയമനം പാലിക്കണം, പ്രതിഷേധങ്ങൾ അക്രമത്തിലേക്ക് വഴിമാറരുതെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആഹ്വാനം ചെയ്തു. ഇറാനിൽ എല്ലാവരും ദുഃഖത്തിലല്ല എന്നതാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിലെ കടുത്ത ഭരണകൂട നിയന്ത്രണങ്ങളിൽ അതൃപ്തിയുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഖമീനിയുടെ അന്ത്യം പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള ഇറാനിയൻ വംശജരും ആഹ്ലാദ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നു. സ്വതന്ത്രമായി ചിന്തിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ വധത്തെ അപലപിക്കണമെന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഈ ഘട്ടത്തിൽ ആരും നിശബ്ദത പാലിക്കരുതെന്നാണ് എംബസി ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. ഇറാനിൽ നിലവിലെ ഭരണകൂടത്തിനെതിരെ നേരത്തെ ഒരു വിഭാഗം പ്രതിഷേധങ്ങൾ തുടങ്ങിയിരുന്നു. ഖമീനിയെ വധിച്ചതിൽ ഇവർ രാജ്യത്തെ പലയിടങ്ങളിലും തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയായിരുന്നു. അതേസമയം ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. രാജ്യത്തെ കണക്ടിവിറ്റി സാധാരണ നിലയുടെ 1% താഴ്ന്നതായി ഇന്റർനെറ്റ് നിരീക്ഷണ ഗ്രൂപ്പായ നെറ്റ്ബോക്സ് അറിയിച്ചു. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ആയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക നിമിഷത്തിൽ ജനങ്ങളുടെ ഇടപെടലുകളെ ഈ നടപടി പരിമിതപ്പെടുത്തുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം തങ്ങൾ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഗവൺമെന്റ് കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ അവർ അവകാശപ്പെട്ടു. വ്യോമാധിപത്യം സ്ഥാപിക്കാനും ടെഹ്റാനിലേക്കുള്ള വഴി സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ആക്രമണങ്ങളെന്നും പ്രസ്താവനയിൽ പറയുന്നു. ടെഹ്റാനിൽ നിന്ന് വലിയ പുകപടലങ്ങൾ ഉയർന്നതായും കാണപ്പെട്ടു. ടെഹ്റാനിലെ സയ്യിദ് ഖദാൻ, ഖസർ ഇന്റർസെക്ഷനുകൾ, വനക് സ്ക്വയർ, മത്തഹാരി സ്ട്രീറ്റ് എന്നീ മേഖലകളിൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായി വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സിറിയ, ഇറാഖ്, യമൻ, ലബനൻ തുടങ്ങിയ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ഇറാന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വ്യോമഗതാഗതത്തെയാണ്. UAEയും ഇസ്രയേലും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യോമപാതകൾ അടച്ചതോടെ വിമാന സർവീസുകൾ പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്.